കൊല്ലപ്പെട്ട ഈ പെൺകുട്ടി ഫർസാന വെഞ്ഞാറമ്പാട് സ്വദേശിനിയാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഫർസാന ഇയാളുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫർസാനയും ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഫർസാനയുമായി വീട്ടിലെത്തിയിരുന്നു എന്നൊക്കെ നാട്ടുകാർ സാക്ഷ്യപ്പെടുന്നുണ്ട്. ഫർസാനയുടെ ആയിട്ടുള്ള ഇയാളുടെ ബന്ധം അംഗീകരിക്കാത്തതാണോ ഇയാളെ ഇത്ര കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഷബീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷബീദ്, കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളോ ഒന്നും ഈ വാർത്തകൾ കാണാതിരിക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ വാർത്തകളായതുകൊണ്ട് നമുക്കിത് തമസ്കരിക്കാൻ കഴിയില്ല, മൂടി വയ്ക്കാനും കഴിയില്ല. വാർത്തകൾ നമ്മൾ പുറത്തുവിടും, അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. കുട്ടികൾ ഇത് കേൾക്കാതിരിക്കുന്നില്ല അത്രയും നല്ലത് എന്നാണ് നമ്മുടെയും അഭിപ്രായം. പറയൂ ഷബീദ് റാവുത്തർ. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ളതിൽ ഒന്നാമത്തെ അപ്ഡേഷൻ, ഈ പെൺകുട്ടി ആരാണ് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസിന് ചില സംശയമുണ്ടായിരുന്നു. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പറഞ്ഞത് അത് അവർക്ക് ചില സംശയങ്ങളുള്ള ആ സംശയങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയായിട്ടുള്ള ഫർസാനയാണ് കൊല്ലപ്പെട്ടത്. അതായത് അഫാനൊപ്പം ഈ വീട്ടിലുണ്ടായിരുന്ന കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് ഫർസാന എന്ന് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അത് ഈ ഗോകുലത്തിലടക്കം പോലീസ് ചില പരിശോധനകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ശേഖരിച്ചു വരികയാണ്. പക്ഷേ ഫർസാന തന്നെയാണ് പെൺകുട്ടി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളെ കുറിച്ചടക്കം പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളതാണ്. അതിലും പോലീസിന് ഇപ്പോൾ ഈ അഫാന്റെ ഫോൺ വിളിയും ബന്ധുക്കളിൽ നിന്നെടുത്ത മൊഴികളും കേന്ദ്രീകരിച്ച ചില സൂചനകളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അതായത് ഈ അഫാന ഈ ഫർസാനയെ വിളിച്ചിറക്കിക്കൊണ്ടിരുന്ന വീട്ടിലേക്ക് വന്നു. പക്ഷേ ഇവരുടെ ഈ പ്രണയബന്ധം അത് വീട്ടിലോ അതല്ലെങ്കിൽ ഈ അഫാന്റെ പിതാവിന്റെ മാതാവോ അതല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും അംഗീകരിച്ചില്ല. അതിന്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകം എന്നുള്ളതാണ്. അതൊരു ആസൂത്രണ സ്വഭാവമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് വരും മണിക്കൂറുകളിൽ ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ വീണ്ടും നമ്മളോടൊപ്പം നമ്മുടെ പ്രാദേശിക ലേഖകൻ സജാദ് കൂടി ചേരുകയാണ്. സജാദ്, ഇപ്പോൾ രണ്ട് കാര്യം ഉറപ്പിക്കാം. ഒന്ന്, ഈ പെൺകുട്ടി ഫർസാനയാണ്, തൊട്ടടുത്ത സ്വദേശം തന്നെയാണോ അത്? വെഞ്ഞാറമൂട് സ്വദേശമാണ്. വെഞ്ഞാറമൂട് നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പെൺകുട്ടിയുടെ വീട്. ഫർസാന എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞത്. ഇപ്പം പോലീസ് കരുതുന്ന ഒരു കാര്യം, ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് പെൺകുട്ടിയെ ഈ പ്രതിക്ക് ഇഷ്ടമായിരുന്നു. അത് വീട്ടുകാരോട് പറഞ്ഞു. പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ വലിയാപ്പടക്കെ പോയി, അവരും സമ്മതിച്ചില്ല. ഒടുവിൽ വാപ്പുമ്മ എത്തി. വാപ്പുമ്മയെങ്കിലും സമ്മതിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അവരും സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കൊലപാതകം അവിടെ നിന്ന് തുടങ്ങിയെന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. 2 ദിവസം മുമ്പേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ബാക്കിയുള്ള വിവരങ്ങൾ പോലീസ് തേടാനുണ്ട്. എന്തുകൊണ്ട് വിളിച്ചു വന്നു, അങ്ങനെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ടോ, പരാതിയുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ട് ഈ ഫർസാനയെ കാണാനെല്ലാം ചൂണ്ടിക്കാണിച്ച മാതാപിതാക്കൾ പരാതി നൽകിയേക്കാം. അങ്ങനെ വിവരമുണ്ടോ? അല്ല, അതും അന്വേഷിക്കണം. കാരണം പോലീസ് ഇപ്പോൾ ഇതിൻ്റെ തിരക്കിലായതുകൊണ്ട് ആരെയും നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്നൊക്കെ നോക്കുന്നുണ്ട്. കൊല്ലത്താണ് ഫർസാന പഠിക്കുന്നത് എന്നുള്ള വിവരം, അങ്ങനെയൊക്കെ എന്തെങ്കിലും വിവരം? PG വിദ്യാർത്ഥി ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും പേര് ഉറപ്പിക്കുന്നുണ്ട്, സ്ഥലവും സ്വദേശവും ഉറപ്പിക്കുന്നുണ്ട്. എസ്കേൻ, അതാണ് നമുക്കിപ്പോൾ പ്രാദേശികമായി നമ്മളുടെ ലേഖകൻ തന്നെ സ്ഥിരീകരിക്കുന്ന, അതല്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതും പ്രാദേശികമായി നമ്മളുടെ ലേഖകൻ സ്ഥിരീകരിച്ചൊരു വിവരം. അത് വെഞ്ഞാറമൂട് മുക്കന്നൂർ എന്ന് പറയപ്പെടുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഈ വെഞ്ഞാറമൂട് ടൗൺ ഭാഗത്തേക്ക് പോകുമ്പോൾ 1-2 കിലോമീറ്റർ അകലെ മാത്രമാണ് ആ സ്ഥലമുള്ളത്. അവിടെ ആ സ്ഥലത്തെ ആ സ്വദേശിയാണ് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഫർസാന PG വിദ്യാർത്ഥിയാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ വിവരത്തിൽ നമുക്ക് ഉറപ്പിക്കാം, ഫർസാന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 2 ദിവസമായി ഫർസാന ഈ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. പോലീസ് ആ പേര് ഉറപ്പിക്കുന്നു. രണ്ടാമത് ഇതിന്റെ മോട്ടീവ് സംബന്ധിച്ച് പോലീസിന് അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം റൂറൽ SP ഉൾപ്പെടെയുള്ളവരുടെ പ്രാഥമികമായിട്ടുള്ളവർ വിലയിരുത്തുന്ന കാര്യമനുസരിച്ച് പ്രണയബന്ധം വീട്ടിൽ അംഗീകരിക്കാത്തതിനാൽ അതിന്റെ വൈരാഗ്യത്താൽ നടത്തിയ കൂട്ടക്കൊല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഈ അഫാനൊരു വിചാരമുണ്ടായിരുന്നു, ഒരുപക്ഷെ വീട്ടിൽ സംബന്ധിച്ചില്ലെങ്കിൽ ബന്ധുവീടുകളിൽ, പ്രത്യേകിച്ച് ഈ അഫാന്റെ പിതാവിന്റെ മാതാവോ അതല്ലെങ്കിൽ പിതാവിന്റെ സഹോദരനോ ഒക്കെ അത് അംഗീകരിക്കുമെന്ന്. പക്ഷേ അത് അംഗീകരിച്ചില്ല. അങ്ങനെ ആ വൈരാഗ്യത്തിൽ ഉണ്ടായ കൊലപാതകം എന്നുള്ളതാണ്, കൂട്ടക്കൊല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം.